Hello everyone, it's me Sabitha Charles from Puthurans. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ്. ഈ സെയിം പ്രിന്റും ഈ സെയിം ഫാബ്രിക്കും നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും സെയിം ഫാബ്രിക്കാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പാറ്റേൺ വേറൊരു തരത്തിലായിരുന്നു ചെയ്തിരുന്നത്. പ്രിൻ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റായിരുന്നു. അതിൻ്റെ റീൽസ് എൻ്റെ കയ്യിലുണ്ട്. ഇതും നമ്മൾ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഫാബ്രിക് വന്നിരിക്കുന്നത് കാംബ്രിക് കോട്ടണിലാണ്. 44 ഇഞ്ച് വീട്ടിൽ തന്നെ. പ്രൈസ് സെയിം പ്രൈസിൽ തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. 109 പെർ മീറ്ററിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിലുള്ളത് കൂടാതെ 2 പ്രിൻറ്റും കൂടെ ഈ ടൈം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണാം. അതിനു മുമ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, കൊറിയർ ചെയ്യുന്ന വിധങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടെ, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം. എങ്കിലും ഒരു 10 to 15% കളറിലൊരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണമേ ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ പ്രാവശ്യം വന്നതിലും തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പ് നമുക്ക് വേറെ 2 പ്രിൻറ്റും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ ബ്ലാക്കിൽ തന്നെ ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് തന്നെയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. ഇങ്ങനെ താഴോട്ടായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. ബ്ലാക്കിനകത്ത് തന്നെ ഒരു റെഡും അതുപോലെ പിങ്കും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് പോയിരിക്കുന്നത്. ഞാനൊന്ന് ആദ്യം വെച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഒരു ലൈൻ പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയും നല്ല ഭാഗം വരുന്നത് ഇതാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 ആണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ യോക്കിൻ്റെ താഴോട്ടുള്ള പാർട്ടിലേക്ക് ഇതായിരുന്നു കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. വലിയൊരു പ്രിൻ്റ് തന്നെയാണ്. ഒരു ലോട്ടസിൻ്റെ ഒക്കെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിലുള്ളൊരു പ്രിൻ്റാണ്. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. ബ്ലാക്കിൽ തന്നെ റെഡും ഗ്രീനും കൂടെയുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. ക്ലോസ് വ്യൂവിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാംബ്രിക് കോട്ടനാണ്. 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നമ്മൾ സ്ലീവിൻ്റെ സൈഡിലും സ്ലീവും അതുപോലെ തന്നെ യോക്കിൻ്റെ താഴേക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ്. ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു തണ്ടും അതുപോലെ ഫ്ലവർ ലീഫൊക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെയാണ്. ബ്ലാക്കിൽ തന്നെ ഒരു ചില്ലി റെഡ് കളറിലാണ് ഇതിനകത്തുള്ള ആ ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റിൻ്റെ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് 3 ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ഡിസൈനും ലാസ്റ്റ് ഡിസൈനുമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയൊരു പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു പൂവിൻ്റെ ഒരു തണ്ട് മാത്രമായിട്ട്, പൂവും ഒരു ചെറിയൊരു തണ്ടും കൂടെ മാത്രമായിട്ടുള്ളൊരു പ്രിൻ്റാണ്. ഇതിൻ്റെ ഞാൻ ഈ സൈഡിലും അതുപോലെ ഈ പാർട്ടിലൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ടാണ്. നമുക്കിതൊന്ന് നോക്കാം. ഇത് മാത്രം സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട 3 എണ്ണവും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. കാംബ്രിക് കോട്ടനാണ്. 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ തന്നെ 109 പെർ മീറ്ററിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട്
ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.